Kids are future treasures. മീനു മത്സ്യവും മിട്ടുത്തവളയും. മക്കളെ അങ്ങനെ തന്നെ ചിറക് വീശി വീശി പൊങ്ങി പൊങ്ങി പറന്ന് പറന്ന് വാ, എൻ്റെ പിന്നാലെ വാ, വേഗം വാ, പറന്ന് പറന്ന് വാ, വാ വേഗം വാ മക്കളെ, വാ പറന്ന് വാ. അമ്മക്കുരുവി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് കുളത്തിൽ ഇന്നൊരാൾ കാണുന്നുണ്ടായിരുന്നു. എനിക്കും ചിറകുകളുണ്ടല്ലോ, പറക്കാൻ നല്ല രസമായിരിക്കും, എനിക്കും പറക്കണം, നന്നായി പരിശ്രമിച്ചാൽ എനിക്കും പറക്കാൻ പറ്റും. ആദ്യം നന്നായി ചാടി ചാടി പ്രാക്ടീസ് ചെയ്യട്ടെ. നല്ല രസമുണ്ട്. എനിക്ക് പറ്റുന്നുണ്ട് പറക്കാൻ. അയ്യോ അയ്യോ പറ്റുന്നില്ലേ? അയ്യോ എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ. അയ്യോ അയ്യോ എനിക്ക് പറ്റുന്നേയില്ല. അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് പെട്ടെന്ന് വെള്ളത്തിലിറങ്ങണം. അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ. ഞാനിപ്പം ചത്തുപോകുമല്ലോ. അപ്പോഴാണ് മിട്ടുത്തവള അവിടെ വന്നത്. മീനു, എന്ത് പറ്റി? അയ്യോ മിട്ടു, എന്നെ പെട്ടെന്ന് വെള്ളത്തിലിറങ്ങാൻ സഹായിക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോകും. മിട്ടുത്തവള മീനുവിനെ വെള്ളത്തിലിറങ്ങാൻ സഹായിച്ചു. അപ്പോൾ അവനും വെള്ളത്തിൽ വീണുപോയി. അയ്യോ മിട്ടു, പെട്ടെന്ന് വാ, ഞാൻ നിന്നെ കരയിലേക്ക് കയറാൻ സഹായിക്കാം. നിനക്ക് ശ്വാസം മുട്ടുന്നില്ലേ? മീനു, നീ പേടിക്കേണ്ട, എനിക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ ശ്വസിക്കാൻ കഴിയുമല്ലോ. അത് കൊള്ളാമല്ലോ. അതെങ്ങനെ? ഞങ്ങൾ തവളകൾ വെള്ളത്തിലുള്ളപ്പോൾ ത്വക്ക് കൊണ്ടും കരയിലുള്ളപ്പോൾ മൂക്ക് കൊണ്ടുമാണ് ശ്വസിക്കുന്നത്. എന്നെപ്പോലെ വേറെയും ജീവികളുണ്ട് ഇങ്ങനെ. ഞങ്ങളെ പൊതുവായി ഉഭയജീവികൾ എന്നാണ് മനുഷ്യർ പറയുന്നത്, ഇംഗ്ലീഷിൽ ആംഫിബിയൻസ്. അത് കൊള്ളാം. എനിക്കും ഒരു ആംഫിബിയനായി ജനിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ കരയിലെയും വെള്ളത്തിലെയും കാഴ്ചകൾ ഒരുപോലെ കാണാമായിരുന്നു. എന്താ ഇവിടെ ഒരു തിളക്കം? ഓ അതോ, അത് ഈ ചിപ്പിക്കകത്തു നിന്നാണ്. ഇതിനകത്തൊരു മാന്ത്രിക മോതിരമുണ്ട്. മാന്ത്രിക മോതിരമോ? ഇതെങ്ങനെ ഇവിടെ വന്നു? പണ്ടൊരു രാജകുമാരിയുടെ കയ്യിൽ നിന്ന് വീണുപോയതെന്നാ മുത്തശ്ശി പറഞ്ഞത്. ഞങ്ങളിതിവിടെ സൂക്ഷിച്ചു വെച്ചു. ഏതെങ്കിലും മനുഷ്യർ ഈ മോതിരം വിരലിലിട്ടാൽ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുമത്രേ. അങ്ങനെയാണെങ്കിൽ ഈ മോതിരം ഏതെങ്കിലും നല്ല മനുഷ്യന്റെ കയ്യിലെത്തിയാൽ എല്ലാ ജീവികൾക്കും അത് സഹായമാവില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങളെങ്ങനെയാ നല്ല മനുഷ്യരെ കണ്ടെത്തുന്നത്? അത് ശരി തന്നെ. എന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശരി, നിനക്കതിന് കഴിയും. നോക്കട്ടെ. ശരി, ഞാൻ പോട്ടെ. എന്റെ ജീവൻ രക്ഷിച്ചതിന് 1000 നന്ദി മിട്ടു. മീനു, നമ്മൾ കൂട്ടുകാരല്ലേ, എന്തിനാ നന്ദി വാക്കൊക്കെ? ശരി, കാണാം. മിട്ടു, നല്ല മനുഷ്യരെ അന്വേഷിക്കാൻ മറക്കല്ലേ. കൂട്ടുകാരെ, എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയുള്ള കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ആൻഡ് ടേക്ക് കെയർ.